Dear students, welcome to Learner'sworld. In this video, I am going to talk about questions and answers of recipes for life. Fyugp, first semester, Calicut University, English Language Skill for Literature. Answer the following questions in 250 words. In our previous video, we discussed about paragraph questions. How does food serve as a medium to strengthen familial bonds, preserve cultural traditions, and impart life lessons? അപ്പോൾ ഒരു എസ് ആണ് 250 വേർഡ്സിന് എല്ലാം. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഫുഡ് ഒരു മീഡിയം ആകുന്നത്, അതായത് ഒരു ഫാമിലിയൽ ബോണ്ട്, ഫാമിലിക്കകത്തൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ കൾച്ചറൽ ട്രഡീഷൻസ് സംസ്കാരമൊക്കെ നിലനിർത്താൻ, അതുപോലെ ലൈഫ് ലെസൺസ് പ്രൊവൈഡ് ചെയ്യുക, ഇതിനൊക്കെ ഒരു മീഡിയമായി മാറുന്നത് എങ്ങനെയാണ് ഫുഡ്. Food serves as a medium to strengthen family bonds, preserve cultural traditions, and impart life lessons in Recipes for Life by Amish Tripathi. Food, beyond its basic function of nourishment, plays a profound role in shaping our lives. അപ്പോൾ ഫുഡ് ഒരു മീഡിയമാണ് ഒരു ഫാമിലിയിൽ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യാൻ, അതുപോലെ കൾച്ചറൽ ട്രഡീഷൻസ് പ്രിസർവ് ചെയ്യാൻ, അതായത് നമ്മുടെ സംസ്കാരം നിലനിർത്തുക, അതുപോലെ ജീവിതത്തിലുള്ള ഒരുപാട് പാഠങ്ങൾ ഒക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നറിഷ്മെൻറ്റ് മാത്രമല്ല, അതായത് ഒരു പോഷകം മാത്രമല്ല നൽകുന്നത്, അത് നമ്മുടെ ലൈഫിനെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇൻ Amish Tripathi's Recipes for Life, food emerges as important medium to strengthen familial bonds, preserve cultural traditions, and impart valuable life lessons. Food shared with loved ones fosters intimacy and deepens relationship. അപ്പോൾ ഈ ഫുഡ് നമുക്ക് ഒരു നമ്മളുടെ ഫാമിലിക്കകത്ത് ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ അവിടെ ഒരു ഫാമിലിയിൽ ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. Amish narratives highlight mass emphasis on cooking and sharing meals as an act of love and bonding. അപ്പോൾ ഈ ഒരു വർക്കിൽ അമിഷ് ത്രിപതിയുടെ റെസിപ്പീസ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ മീൽസ് കുക്ക് ചെയ്യുന്ന അതിലൂടെ ലവ് ഷെയർ ചെയ്യുന്നതും അവർക്കിടയിൽ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ. ദ ഓഥർ റീകൗണ്ട്സ് ഹൗ മാസ് സിമ്പിൾ നറിഷ്മെൻറ്റ് മീൽസ് ബ്രോട്ട് ദെയർ ഫാമിലി ടുഗദർ ക്രിയേറ്റിംഗ് ചെറിഷ്ഡ് മെമ്മറീസ്. ദിസ് അണ്ടർസ്കോഴ്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഷെയറിംഗ് മീൽസ് ഇൻ സ്ട്രെങ്തനിങ് ഫാമിലി ടൈസ്. അപ്പോൾ ഇതിൽ ഓഥർ മെമ്മറൈസ് ചെയ്യുന്നുണ്ട്, ഓർത്തെടുക്കുന്നുണ്ട് തൻ്റെ അമ്മയുടെ കുക്കിങ്. അതിലൂടെ അമ്മ മക്കളെങ്ങനെയാണ് വളർത്തിയെടുത്തത്, എങ്ങനെയാണ് ലൈഫ് ലെസൺസ് ഈ കുക്കിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്തത്, അതുപോലെ എങ്ങനെയാണ് അവർക്കിടയിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയത്. ജസ്റ്റ് ഒരു കുക്കിംഗ്, അതായത് ഫുഡ് എന്ന് പറയുന്ന ഒരു നറിഷ്മെൻറ്റ് മാത്രമല്ല, അതിനപ്പുറത്തേക്കൊരു ഫാമിലി ടുഗദർനെസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. Food is often intertwined with cultural heritage, passing down traditions through generations. അതുപോലെ ഫുഡ് എന്ന് പറയുന്നത് കൾച്ചറൽ ഹെറിറ്റേജ്, അതായത് നമ്മുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ജനറേഷൻസിലൂടെ. Amish beautifully weaves together stories of mass recipes shaped in Indian culture and mythology. അതുപോലെ ഇതിൽ അമിഷ് ത്രിപതി പറയുന്നുണ്ട് തൻ്റെ അമ്മയുടെ കുക്കിംഗ് ഇന്ത്യൻ ട്രഡീഷൻ, ഇന്ത്യൻ മിത്തോളജിയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഇന്ത്യൻ ട്രഡീഷൻ ജനറേഷൻസിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ദീസ് റെസിപ്പീസ് serves as a bridge between past and present, preserving cultural identity. Through mass teachings, Amish learned the importance of respecting and honoring one's roots. In Recipes for Life, food emerges as a powerful medium to strengthen family bonds through shared experiences and preserve cultural traditions and heritage. Amish narrative underscores the significance of food in our lives, extending beyond mere nourishment to foster connections, community, and personal growth. Okay, thank you.